ഇടുക്കി ഹൈറേഞ്ചിലെ കർഷകർ റബ്ബർ മരങ്ങൾ കൂട്ടത്തോടെ മുറിച്ചു വിൽക്കുന്നു. റബ്ബർ കൃഷിയിലെ നഷ്ടം അസഹനീയമായതോടെയാണ് കിട്ടുന്ന വിലയ്ക്ക് മരങ്ങൾ ഇവർ മുറിച്ചു വിൽക്കുന്നത്. ഇതോടെ ആയിരക്കണക്കിന് ടാപ്പിംഗ് തൊഴിലാളികളും കടുത്ത പ്രതിസന്ധിയിലായി. ഹൈറേഞ്ചിലെ പല തോട്ടങ്ങളിലും ടാപ്പിംഗ് നിലച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടു. 200 രൂപയ്ക്ക് മേൽ വിലയുണ്ടായിരുന്ന റബ്ബറിന് ഇപ്പോൾ 90 രൂപയിൽ താഴെയാണ് ലഭിക്കുന്നത്. നിലവിൽ ടാപ്പിംഗ് തൊഴിലാളികൾക്ക് മരമൊന്നിന് 5 രൂപ വെച്ച് കൂലി നൽകണം. ശരാശരി 50 മരങ്ങളിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്നത് 10 ഷീറ്റിൽ താഴെ മാത്രം. ടാപ്പിംഗ് തൊഴിലാളികൾക്ക് കൂലി നൽകാനുള്ള തുക പോലും ഇതിലൂടെ കർഷകന് ലഭിക്കുന്നില്ല. ഇതോടെ റബ്ബർ മരങ്ങൾ കിട്ടുന്ന വിലയ്ക്ക് മുറിച്ചു വിൽക്കുകയാണ് കർഷകർ. ടാപ്പിംഗ് നിലച്ചതോടെ ആയിരക്കണക്കിന് തൊഴിലാളി കുടുംബങ്ങളും കടുത്ത പ്രതിസന്ധിയിലാണ്. ഹൈറേഞ്ചിലെ കാലാവസ്ഥാ വ്യതിയാനവും ഇനിയൊരിക്കലും തിരിച്ചുവരാൻ കഴിയാത്ത വിധം റബ്ബർ കൃഷിയെ സാരമായി ബാധിച്ചു കഴിഞ്ഞു. പലരും റബ്ബർ തോട്ടങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിച്ചു. കിട്ടുന്ന വിലയ്ക്ക് ഭൂമി വിൽക്കുന്നവരും നിരവധി. സർക്കാർ ഇടപെടലുകൾ നടക്കുമ്പോഴും റബ്ബർ കൃഷി എന്നേക്കുമായി ഉപേക്ഷിക്കുന്ന കർഷകരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. സന്ദീപ് രാജാക്കാടിനൊപ്പം റിപ്പോർട്ടർ, ഇടുക്കി.